അഞ്ചാമത്തെ എപ്പിസോഡിന്റെ തുടക്കം. ഷിയ ഗ്യാലറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കെവിൻ അങ്ങോട്ട് കയറി പോകുന്നത് കാണും. അവൾ അവനെ വിളിച്ച് നിനക്കെന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അന്ന് ലേലത്തിന്റെ സമയത്ത് നീ എന്നെ ഉള്ളിൽ കയറാൻ സഹായിച്ചു, എനിക്ക് നിന്നോട് താങ്ക് യു പറയണമെന്നുണ്ട്. ഓ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ പോകും. അവൾ പുറകെ ഓടിച്ചെന്ന് ഇന്ന് രാത്രി ഞാൻ നിന്നെ ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്യട്ടെ. അവനാണേ ഇല്ല, ഞാൻ ഭയങ്കര ബിസിയാണെന്ന് പറഞ്ഞ് അവളെ മൈൻഡ് ആക്കാതെ പോകും. രാത്രി ഞാനൊരു ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ പേര് ഷിയ എന്നാണ്, അത് കാണണമെന്ന് അവൾ ഉറക്കെ വിളിച്ചു പറയും. കെവിൻ ഗ്യാലറിയിൽ ചെന്ന് അച്ഛനെ വിളിക്കുമ്പോൾ അവിടെ ആരും കാണില്ല. അപ്പോഴാണ് ഒരു മൂലയിലിരിക്കുന്ന ലോക്കർ അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവിടെ ആരും ഇല്ലാത്തത് കൊണ്ടും പണത്തിന് ആവശ്യമുള്ളത് കൊണ്ടും അവനത് തുറക്കാൻ ശ്രമിക്കും. പല പാസ്വേഡുകളും മാറി മാറി അവൻ പരീക്ഷിക്കും. ഇതും കണ്ടുകൊണ്ട് ചു അങ്ങോട്ട് വരും. അടുത്ത സീനിൽ ചുവിന്റെ ഭാര്യയാണ് കാണിക്കുന്നത്. അച്ഛനും മകനും തമ്മിൽ ദേഷ്യപ്പെടുന്നത് അവർ കേൾക്കും. നീ എൻ്റെ വീട്ടിൽ കയറിപ്പോകരുത്, എനിക്കിനി ഇങ്ങനെയൊരു മകനില്ലാന്ന് അയാൾ പറയും. നീ വിദേശത്ത് പോയി പഠിച്ചിട്ട് എന്താ ചെയ്തത്? ഞാനും നിന്റെ അമ്മയും കൂടി ഉണ്ടാക്കിയ പണം മുഴുവൻ അടിച്ചു പൊളിച്ച് തീർക്കുമല്ലേ? അവനാണെങ്കിൽ അവന്റെ ന്യായവാദങ്ങൾ നിർത്തും. അച്ഛന് പെയിന്റിങ് ഇഷ്ടമുള്ളതുപോലെ എനിക്ക് എൻ്റെ ട്രാവലിംഗ് പ്രൊജക്റ്റും ഇഷ്ടമാണ്. ഒരു ദിവസം ഞാനും വിജയിക്കും, ഞാൻ എൻ്റെ ഷാങ്ഗ്രില കണ്ടെത്തുമെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോകും. അവിടെ നിൽക്കുന്ന ചു വിളിച്ചു പറയും. അയാൾ അടുത്തേക്ക് ചെന്ന് നീ എവിടെ പോകുന്നെന്നാ പറഞ്ഞേ? ഷാങ്ഗ്രിലായോ? അവനപ്പോ അതെ, ഞങ്ങൾ കുറച്ച് ടീനേജേഴ്സ് ഷാങ്ഹായിൽ നിന്ന് ഷാങ്ഗ്രില വരെ യാത്ര ചെയ്യും. ട്രിപ്പ് മുഴുവൻ ലൈവ് ബ്രോഡ്കാസ്റ്റും ഉണ്ടാവും. എനിക്ക് കുറച്ച് ഇനിഷ്യൽ ഫണ്ട് മാത്രം മതി, ഞാനത് എങ്ങനെ നിങ്ങൾക്ക് തിരികെ തരും? ചു അപ്പോ ഷാങ്ഗ്രില, മഞ്ഞുമലകളുടെ താഴെ, എനിക്ക് നിന്റെ പ്ലാൻ ഓക്കെ ആണെന്ന് പറയും. അയാൾ കാർഡെടുത്ത് അവന് കൊടുക്കും. പോയി നിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുക. കെവിന് സന്തോഷമായി ഗുഡ് ബൈ പറഞ്ഞു പോകും. പെയിന്റിങ് തിരികെ കിട്ടിയില്ലെങ്കിൽ നിന്റെ മകൻ മരിക്കുമെന്ന് ഓയാങ് പറഞ്ഞിരുന്നല്ലോ. ഏതായാലും ലൈവ് ബ്രോഡ്കാസ്റ്റിന്റെ സമയത്ത് അവരുടെ മകനെ ഉപദ്രവിക്കില്ലെന്നാണ് ചു വിചാരിക്കുന്നത്. കെവിൻ ഇപ്പോൾ ഓഫീസിൽ പോയി അവൻ്റെ ഫ്രണ്ടിനോട് പ്ലാൻ വിശദീകരിക്കും. നമ്മൾ ആദ്യം ഒരു കപ്പിളിനെ ചൂസ് ചെയ്യും, എന്നിട്ട് ട്രിപ്പ് മുഴുവൻ ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. നമ്മൾ ചൂസ് ചെയ്യുന്ന കപ്പിൾ ഈ ജേണിയിലൂടെ അവർക്ക് ജീവിതകാലം മുഴുവൻ ഒന്നിച്ചിരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് കണ്ടെത്തും. പക്ഷേ നമുക്ക് ലൈവ് ബ്രോഡ്കാസ്റ്റ് നടത്തി പരിചയമൊന്നുമില്ലല്ലോ, നമ്മളൊരു ആങ്കറിനെ കണ്ടെത്തണ്ടെന്ന് ഫ്രണ്ട് ചോദിക്കും. അതെ, പറ്റിയ ഒരാളെ നീ കണ്ടെത്ത്. അതേസമയം ഒരു കപ്പിൾ നെയിം സെലക്ട് ചെയ്യാൻ കെവിൻ പറയും. ഇപ്പോ ഗ്യാലറിയിൽ ചു ഓയാങ്ങിനെയാണ് വിളിക്കുന്നത്. ഞാൻ ആ പെയിന്റിങ് വാങ്ങിയ ആളെ കണ്ടിരുന്നു. അയാളാണ് ആ പെയിന്റിങ് മാറ്റിയതെന്ന് തോന്നുന്നില്ല. പക്ഷേ അയാളുടെ കൂടെ വേറൊരു പെണ്ണുണ്ടായിരുന്നു, ലിലി. ചിലപ്പോൾ അവളുടെ കയ്യിൽ ആ പെയിന്റിങ് കാണും. ശരി, ഞാൻ വേണ്ട പോലെ ചെയ്തോളാമെന്ന് ഓയാങ് പറയും. രാത്രിയായി. ലിലിയുടെ വീട്ടിൽ ആരോ കടന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയമാണ് അവൾ അങ്ങോട്ട് വരുന്നത്. വീട്ടിനുള്ളിൽ ആരോ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാവും. അവൾ ലൈറ്റ് ഇട്ട് കയ്യിലൊരു വടിയെടുത്ത് ചുറ്റും നോക്കും. ടോയ്ലറ്റിന്റെ ഉള്ളിൽ നിന്ന് ശബ്ദം കേൾക്കും. അവൾ ഓടിച്ചെന്ന് അതിന് ഡോറ് പൂട്ടിയിടും. അവൾ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ടിയാൻ വരുന്നുണ്ട്. അവൾ അവനോട് കാര്യം പറയും. ഇത് കേട്ടതും അവൻ മുകളിലേക്ക് ചെല്ലും. പതിയെ പോയി ഡോറ് തുറക്കും. പക്ഷെ അതിനുള്ളിൽ ആരും ഉണ്ടായിരിക്കില്ല. ജനലിലൂടെ അയാൾ രക്ഷപ്പെട്ടിരുന്നു. നിന്റെ സാധനമല്ല പരിശോധിക്കാൻ ടിയാൻ ലിലിയോട് പറയും. അവൻ ഫോൺ എടുത്ത് അയാളുടെ കാൽപ്പാടും ചവിട്ടി രക്ഷപ്പെട്ടതുള്ള ഫോട്ടോ എടുക്കും. ലിലി അവളുടെ പേഴ്സും സാധനങ്ങളും എല്ലാം പരിശോധിച്ചിട്ട് ഒന്നും നഷ്ടമായിട്ടില്ല എന്ന് പറയും. ടിയാൻ അപ്പോൾ പോലീസിനെ വിളിക്കാൻ ആവശ്യപ്പെടും. പോലീസോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. നിനക്ക് മടിയാണെങ്കിൽ ഞാൻ വിളിക്കാന്ന് പറഞ്ഞ് അവൻ ഫോൺ എടുക്കും. ഏയ്, പോലീസിനെ വിളിക്കണ്ട, ഇതെന്റെ കാര്യമാണ്, നീ ഇടപെടണ്ട. എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ അവനെ പറഞ്ഞു വിടും. അവൻ പുറത്തു പോയി പോലീസുകാർക്ക് മെസ്സേജ് ചെയ്യും. ആരോ ലിലിയുടെ വീട്ടിൽ ഒളിച്ചു കയറി. മെയിൽ 8.5 ഇഞ്ച് സ്നീക്കേഴ്സ്, ഏകദേശം 5 അടി 7 ഇഞ്ച് ഉയരം. അവൻ എഴുന്നേറ്റ് ജനലിലൂടെ നോക്കുമ്പോൾ ലിലി ആരോട് ചാറ്റ് ചെയ്യുന്നത് കാണും. കെവിനുമായിട്ടാണ്. അവൻ പറയും, നമ്മുടെ പ്രോഗ്രാമിന്റെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഞാനൊരു ആങ്കറിനെ ഇൻവൈറ്റ് ചെയ്യാമെന്ന് വെച്ചു, ആ ആളും നമ്മുടെ ജേണിയിലുണ്ടാവും. ലിലി ആലോചിച്ചിട്ട് ശരി, ഞാനിതിന് ഓക്കെ ആണെന്ന് മെസ്സേജ് ചെയ്യും. ടിയാൻ ശബ്ദം ഉണ്ടാക്കാതെ ഡോറ് തുറന്ന് ഉള്ളിൽ കയറും. അവൾ എന്താ ചാറ്റ് ചെയ്യുന്നതെന്ന് പുറകിൽ വന്ന് ഒളിഞ്ഞു നോക്കും. അവനെ കണ്ട് അവൾ വേഗം ലാപ്ടോപ്പ് അടയ്ക്കും. നീ എപ്പോഴാ ഉള്ളിൽ വന്നേ? അവനാണേ ഒരു ഇന്റർനെറ്റ് സെലിബ്രിറ്റിയെ ആങ്കറായി കൊണ്ടുവന്ന നന്നായിരിക്കും, ഒന്ന് പരീക്ഷിച്ച് നോക്കുമെന്ന് പറയും. അവൾക്ക് ദേഷ്യം വന്ന് നീ എന്തിനാ തോന്നുമ്പോഴല്ല എൻ്റെ റൂമിൽ കയറുന്നേ? ഞാനൊരു കുപ്പി വെള്ളം എടുക്കാൻ വന്നതല്ലേ എന്ന് പറഞ്ഞ് അവൻ ഫ്രിഡ്ജ് തുറക്കും. അതടയ്ക്ക്, വേഗം ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോ. അവൾ ദേഷ്യം വന്ന് ഒരു പില്ലോ എടുത്ത് അവനെ എറിയും. ഇന്നെന്താ നീ ഇത്ര ഇറിറ്റേറ്റ് ആവുന്നേ? ഞാൻ നിന്നെ ശല്യപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ് ഡോറ് മാത്രം അടച്ച് അവനുള്ളിൽ തന്നെ നിൽക്കും. അവൾ തിരിഞ്ഞു നോക്കി, ഇതെന്താ തമാശയാ? ഓ, ഞാൻ നിന്റെ പില്ലോ തിരിച്ചു തരാൻ മറന്നെന്ന് പറഞ്ഞ് അവനത് കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് പോകും. അവൾ അവനെ തന്നെ നോക്കി നിൽക്കും. അവൻ വീണ്ടും തലയിട്ട് നോക്കും. അവളെ കണ്ട് ചിരിച്ച് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഡോർ അടച്ചു പോകും. ഇപ്പോ പോലീസുകാരുടെ ഒരു മീറ്റിംഗ് ആണ് നടക്കുന്നത്. ക്യാപ്റ്റൻ പറയുവാണ്, 1 മണിക്കൂർ മുമ്പ് ലിലിയുടെ വീട്ടിൽ ആരോ അതിക്രമിച്ചു കയറി.
ആ ഏരിയയിലെ പോലീസ് സ്റ്റേഷൻ കോൺടാക്ട് ചെയ്ത് ടിയാൻ പറഞ്ഞ ഫീച്ചേഴ്സ് ഉള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഒരു പോലീസുകാരനപ്പോ, സർ, ഇത് സാധാരണ ഒരു മോഷണ ശ്രമം ആയിരിക്കുമോ? ഇങ്ങനെ ഒരു കാര്യം നടന്നാൽ ആളുകൾ ആദ്യം ചെയ്യുക പോലീസിനെ വിളിക്കലാണ്. പക്ഷെ ലിലി അത് ചെയ്തില്ല. ടിയാൻ ഓർമ്മിപ്പിച്ചിട്ട് പോലും അവൾ അതിനെ കൂട്ടാക്കിയില്ല. അപ്പോൾ വേറൊരു പോലീസ്, ഒരുപക്ഷെ ആ പെയിന്റിംഗ് മാറ്റിയത് ലിലി ആയിരിക്കും. അതുകൊണ്ടാവാം പോലീസിനെ വിളിക്കാൻ അവൾക്ക് ഭയം. ശക്തമായ തെളിവ് കിട്ടുന്നതുവരെ അത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ആദ്യം അവള് ചുവിന്റെ പെയിന്റിംഗ് വാങ്ങി, പിന്നെ അയാളുടെ മകനുമായി ഓൺലൈൻ ഫ്രണ്ടായി. എന്താണാവോ അവളുടെ ഉദ്ദേശം? പാതിരാത്രിയായി. ലിലി എഴുന്നേറ്റ് വന്ന് പുറത്ത് കിടക്കുന്ന ടിയാനെ വിളിച്ചുണർത്തും. എന്നെ ഒന്ന് സഹായിക്കുക, എൻ്റെ വയറ് വേദനിക്കുന്നു, നീ പോയി കുറച്ച് പെയിൻ കില്ലർ വാങ്ങിക്കൊണ്ടുവരുമോ? മാഡം, ഈ നട്ടപ്പാതിരിക്ക് നീ ഇതെന്താ പറയുന്നേ? പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കുക, എൻ്റെ വയറ് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ കരയും. രക്ഷയില്ലാതെ അവൻ എഴുന്നേറ്റ് വരും. നീ എൻ്റെ മേത്ത് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. നീ എന്നെ തെമ്മാടിന്ന് വിളിച്ചു. അതെല്ലാം കഴിഞ്ഞു പോയില്ലേ, എന്നെ ഒന്ന് സഹായിക്കുക. ശരി ശരി, ഞാൻ സഹായിക്കാം. പക്ഷേ എനിക്കിതിൽ നിന്ന് എന്ത് ബെനിഫിറ്റാണ് കിട്ടുക? നീ ഇനി മുതൽ ടെൻറ്റിൽ ഉറങ്ങേണ്ടി വരില്ല. അത് ഓക്കെ ആണോ? അവൻ ചിരിച്ച്, അത് ശരിയാവോ, നമ്മളൊരുമിച്ച്? അവളും ചിരിച്ച് വേഗം പോയി വാങ്ങാൻ പറയും. അവൻ പോയ പുറകെ അവൾ തനി സ്വഭാവം പുറത്തെടുക്കും. അവൻ്റെ ടെൻറ്റും കയ്യിൽ പിടിച്ച് അവനെ വിളിക്കും. അവൻ വന്ന് നോക്കുമ്പോൾ, ഏയ്, നീ വെറുതെ തമാശ കളിക്കരുത്, നിനക്കെന്താ പ്രാന്താണോ? തെരുവിൽ സൂക്ഷിച്ച് കിടന്നുറങ്ങണേ. വേണ്ട വേണ്ട, എറിയരുതെന്ന് അവൻ താഴെ നിന്ന് പറയുന്നുണ്ട്. വേണ പിടിച്ചോ എന്ന് പറഞ്ഞ് അവളത് താഴേക്കിടും. അതാണേൽ നടുവിൽ കുടുങ്ങി കിടക്കും. അവൾ ചിരിച്ചുകൊണ്ട് ഗുഡ് ബൈ പറയും. നോക്കിക്കോടി, ഞാൻ മുകളിലേക്ക് വന്നാൽ നിന്നെ കൊല്ലുവടി എന്ന് അവൻ പറയും. വാ വാ, വേഗം വാ. അവൻ മുകളിലേക്ക് പോകുന്നതും അവന്റെ തല വഴി അവള് വെള്ളം കോരി ഒഴിക്കും. അവൻ ആകെ നനഞ്ഞു കുതിർന്ന് നിൽക്കും. പിറ്റേ ദിവസം ലിലി ടൗണിലൂടെ നടന്നു പോവാണ്. ടിയാനും അവളെ വാച്ച് ചെയ്തുകൊണ്ട് പുറകെയുണ്ട്. പെട്ടെന്ന് ഒരു വണ്ടി അവളുടെ അടുത്ത് കൊണ്ട് നിർത്തും. ഒരാൾ വന്ന് അവളെ പിടിച്ചു വലിച്ച് വണ്ടിക്കകത്തിട്ട് കൊണ്ടുപോകും. ടിയാൻ ഓടിച്ചെല്ലും. ഒരു ടാക്സി വരുമ്പോൾ അതിൽ കയറി ആ വണ്ടിയുടെ പുറകെ പോകും. ഇപ്പോ പഴയൊരു ഗോഡൌൺ ആണ് കാണിക്കുന്നത്. ആ വണ്ടി അതിനകത്തേക്ക് വരും. അവളെ അതിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകും. കൂട്ടത്തിലെ നേതാവ് ഒരുത്തൻ അവളുടെ മുന്നിൽ വന്ന് കസേരയിട്ടിരിക്കും. നീ ആരാ? നിനക്ക് എന്താ വേണ്ടേ? നിനക്ക് ഷാവോയെ അറിയായിരിക്കുമല്ലോ. നിങ്ങൾ ഫിനാൻസ് കമ്പനിയിൽ നിന്നാണോ? ഞാൻ ഷാവോയുമായുള്ള കടമെല്ലാം ക്ലിയർ ചെയ്തതാണല്ലോ. അയാൾ ചിരിച്ച്, ഷാവോയ്ക്ക് പണവും വേണം, നിന്നെയും വേണം. നീ അയാളുടെ കോൾ എടുക്കില്ലല്ലേ? നാണമില്ലാത്ത വർഗം. ഞാൻ ഒരുപാട് പണം ഉണ്ടാക്കാൻ അയാളെ സഹായിച്ചു. അയാളുടെ അത്യാഗ്രഹം ഒരിക്കലും തീരില്ലേ? ഷാവോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് നല്ലതാ. നിനക്ക് ലക്ഷറിയസ് ആയി ജീവിക്കാം. നീ ഷാവോയ്ക്ക് ഒരു 10 ദിവസം ക്രൂയിസ് ഷിപ്പിൽ കമ്പനി കൊടുക്കണം. അത്രേ വേണ്ടൂ. ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ? അയാൾ അടുത്തേക്ക് വന്ന് കത്തി അവളുടെ ദേഹത്ത് വെച്ച്, നീ സമ്മതിക്കുന്നോ ഇല്ലയോ? ഇപ്പോ പുറകിൽ നിന്ന് വെയിറ്റ് എന്നൊരു ശബ്ദം കേൾക്കും. നമ്മുടെ ടിയാനാണ്. അവൻ സ്റ്റൈലായി സ്ലോ മോഷനിൽ അവരുടെ അടുത്തേക്ക് നടന്നു വരും. അവനെ കണ്ട് ലിലിയും അത്ഭുതപ്പെടും. അവൻ വന്ന്, സർ, ഈ പെണ്ണ് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒരുപാട് പണം കടം വാങ്ങിയിട്ടുണ്ട്. ഞാനത് തിരികെ വാങ്ങാൻ വന്നതാ. അവൾക്ക് ഇന്നെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് പണം തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അയാൾ ചിരിച്ച്, ഇവള് നിങ്ങളോടും പണം വാങ്ങിയിട്ടുണ്ടോ? അതെ, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് പോകും. അവൻ ചെന്ന് അവളുടെ തലക്കിട്ടടിച്ച് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ദേഷ്യപ്പെടും. നിനക്ക് എത്ര ധൈര്യമുണ്ട്? ഞാൻ 3 ദിവസമായി നിന്നെ അന്വേഷിക്കുന്നു. ഓൾറെഡി നീ വീണ്ടും ഓടിപ്പോവോ? അവൻ അവളെ കണ്ണു കാണിക്കും. ഞാൻ നിനക്ക് ഓൾറെഡി പണം തിരിച്ചു തന്നില്ലേ എന്ന് അവൾ ചോദിക്കും. അവൻ വീണ്ടും അവളുടെ തലക്കിട്ടടിച്ച്, പലിശ പിന്നെ നിന്റെ വേറെ ആരെങ്കിലും കൊണ്ടുത്തരുമോ? പറ, നിന്റെ പണം ഉണ്ടോ ഇല്ലയോ? ഞാൻ എങ്ങനെയാ ഇവിടെ വെച്ച് പണം തരുന്നതെന്ന് അവൾ ചോദിക്കും. എങ്കിൽ പണം ഉള്ളിടത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ അവൻ പറയും. നടക്കെന്ന് പറഞ്ഞ് അവളെ മുമ്പോട്ട് തള്ളും. നീ വീണ്ടും എന്തെങ്കിലും ട്രിക്ക് എടുക്കാനാണോ? നിന്നെ ഞാൻ കൊന്നു കളയും. വേഗം ആവട്ടെ, നമുക്ക് പോവാം, എനിക്ക് നിന്നെ പേടിയില്ല എന്ന് അവളും പറയും. അങ്ങനെ തല്ലിയും വഴക്കുണ്ടാക്കിയും അവർ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ നിൽക്കാൻ നേതാവ് അവരോട് പറയും. അടുത്ത സീനിൽ ലിലിയും ടിയാനും കൂടി ഓട്ടോ ആണ്. ഗുണ്ട ടീമും അവരുടെ പുറകെയുണ്ട്. അവരുടെ 2 ചുറ്റും ഗുണ്ടകൾ വന്ന് വളയും. അവർ വേഗം ഒരു പഴയ കെട്ടിടത്തിനുള്ളിലേക്ക് കയറിപ്പോകും. ടിയാനെ പിടിക്കുമ്പോൾ അവനവരെ ചവിട്ടി തെറിപ്പിക്കും. അവൻ ടയർ എടുത്ത് എറിഞ്ഞ് അവരെ പറപ്പിക്കും. ലിലി ചെന്ന് നോക്കുമ്പോൾ 2 വശത്തും ഓരോ സ്റ്റെയർ കേസ് ആണ് കാണുന്നത്. ടിയാൻ, ഇതൊരു ഡെഡ് എൻഡ് ആണ്, നമ്മൾ എങ്ങോട്ട് പോകും? മുകളിലേക്ക് പോവാൻ അവൻ പറയും. ഗുണ്ടകൾ പുറകെ വരുമ്പോൾ അവരെ ടയറിട്ട് കുടുക്കി അവൻ രക്ഷപ്പെട്ടോടും. നീ എന്ത് നോക്കി നിൽക്കുക, മുകളിലേക്ക് പോന്ന് പറഞ്ഞ് അവളെ വലിച്ചുകൊണ്ട് അവൻ പോകും. നേതാവ് ഉടനെ വിളിച്ചു പറയും, അതൊരു ഡെഡ് എൻഡ് ആണ്, നിങ്ങൾ എവിടെ വരെ പോകും? ഓടെന്ന് ടിയാനും പറയും. ഗുണ്ടകളും അവരുടെ പുറകെ ചെല്ലും. അവർ ഓടി ഒരു സ്ഥലത്തെത്തും. മുമ്പോട്ട് പോകാൻ കഴിയില്ല.
താഴെയാണെങ്കിൽ വെള്ളവും. നേതാവ് വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ ഓടാൻ നല്ല മിടുക്കരാണല്ലോ, ഓട്, ഇനി ഒരു വഴിയില്ല, വേണമെങ്കിൽ താഴേക്ക് ചാടിക്കോ. ടിയാൻ ലിലിയോട് വേറെ വഴിയില്ല, ചാടാൻ പറയും. എനിക്ക് വെള്ളം പേടിയാ, ഞാൻ ചാടില്ല. പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയില്ലേ, ഞാൻ നിന്നെ മരിക്കാൻ അനുവദിക്കില്ല, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. ചാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ ചാടിക്കോ, ഞാനില്ല. അവൻ അവളെ പിടിച്ച്, പേടിക്കണ്ട, കാം ഡൗൺ, കാം ഡൗൺ. അവളെ പൊക്കിയെടുത്ത് അവൻ താഴേക്കെറിയും. പുറകെ അവനും ചാടും. ലിലി വെള്ളത്തിൽ മുങ്ങി താഴും. ടിയാൻ ചെന്ന് അവളെ വലിച്ചെടുത്തുകൊണ്ട് പോകും. എങ്ങനെയൊക്കെയോ അവര് കരയ്ക്കെത്തും. അവളാണെങ്കിൽ വെള്ളം നിറകിൽ കയറി ചുമയ്ക്കുന്നുണ്ട്. ടിയാൻ മുകളിലേക്ക് ഗുണ്ടകളെ നോക്കി, ധൈര്യം ഉണ്ടെങ്കിൽ താഴേക്ക് വാടാ, ചാടറാന്ന് പറയും. ലിലി അവന്റെ തല പിടിച്ച്, എന്തിനാടാ നീ ഇത് എന്നോട് ചെയ്ത്, എന്തിനാടാ എന്നെ തള്ളിയിട്ട്, എനിക്ക് നീന്താൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് കരയും. ആ ഹാ 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 സോറി എന്ന് പറഞ്ഞ് ടിയാൻ അവളെ ആശ്വസിപ്പിക്കും.